ഇതാ എട്ടാം നാളത്തെ രക്ഷാദൗത്യം തുടരാൻ പോകുന്നു. എസ്കെൻ പ്രവർത്തകരൊക്കെ ബെയിലി പാലം വഴി അങ്ങോട്ടേക്ക് കടത്തിവിട്ട് തുടങ്ങി അവിടെ തുടങ്ങുകയാണ്. ഇന്നും ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലകളിൽ വ്യാപകമായ പരിശോധന നടത്താൻ തന്നെയാണ് എസ്കെൻ തീരുമാനം. അതിന് കാരണം അവിടെ നിന്ന് മൃതദേഹങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. മൃതദേഹങ്ങളില്ല എന്ന് കരുതി ഏതാണ്ട് പരിശോധന പൂർത്തിയാക്കിയ സ്ഥലങ്ങളിലൊക്കെ പിന്നെയും മൃതദേഹങ്ങൾ കിട്ടുന്ന പശ്ചാത്തലത്തിൽ അവിടെ ഇനിയും ദൗത്യം തുടരണം എന്ന് തന്നെയാണ് തീരുമാനം. നമ്മൾ അല്പസമയം മുമ്പ് കളക്ടർ DR മേഘശ്രീയോട് സംസാരിച്ചിരുന്നു. എസ്കെൻ മേഘശ്രീ പറയുന്നത് ഈ ഫൈനൽ ലിസ്റ്റ് കാണാതായവരുടെ ഒരു ഫൈനൽ ലിസ്റ്റ് പൂർത്തിയാക്കാനുള്ള എത്രയും പെട്ടെന്ന് ഒരുക്കങ്ങളിലാണ് അവരെന്ന് പറയുകയായിരുന്നു. ആ ലിസ്റ്റ് കൂടി പൂർത്തിയാക്കി വരുന്നത് ഈ രക്ഷാദൗത്യം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, പ്രത്യേകിച്ച് ഈ മുണ്ടക്കൈ മേഖലകളിൽ എത്ര നാൾ കൂടി രക്ഷാദൗത്യം തുടരാനാകുമെന്നതിൻ്റെ ഒരു സൂചന കൂടിയാകും ആ മിസ്സിംഗ് കണക്ക്. കാര്യം ആ മിസ്സിംഗ് കണക്ക് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ചാലിയാർ പുഴയിൽ നടക്കം കിട്ടുന്ന മൃതദേഹങ്ങൾ മിസ്സിംഗ് കണക്ക് കുറഞ്ഞു വരുന്നു എന്ന് കളക്ടർ പറയുന്നുണ്ട്. പക്ഷേ അതിൽ പ്രശ്നം അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ പോലും സർക്കാർ കണക്ക് പ്രകാരം തന്നെ 180 ഇപ്പോഴും കാണാതായ ആൾക്കാർ അങ്ങനെ നിൽക്കുകയാണ്. പ്രദേശവാസികളുടെ കണക്ക് അത്രയല്ല. പ്രദേശവാസികളുടെ കണക്ക് അതിനേക്കാൾ ഒക്കെ ഒരുപാട് കൂടുതലാണ്. ഇവിടെ നമുക്ക് കാണാം. ഇവിടെ എസ്കെ നേരത്തെ പോലെയല്ല, ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തകരുടെ പേരൊക്കെ എഴുതി അങ്ങനെയാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. 1500 എന്നൊരു കണക്കിൽ അത് നിജപ്പെടുത്തുന്നുണ്ട്. ഇവിടെ പ്രവർത്തകർ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഒരു സംഘം അകത്തേക്ക് പോകുന്നത് ഈ താഴത്തെ പാലം വഴിയാണ് അങ്ങോട്ടേക്ക് രക്ഷാദൗത്യ പ്രവർത്തകരെ വിടുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട സെർച്ച് നടക്കാൻ പോകുന്ന, റെസ്ക്യൂ നടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ പരിശോധന നടക്കാൻ പോകുന്ന എസ്കെൻ സൂചിപ്പാറ പോത്തുകല്ല് മേഖലയിലാണ്. അവിടെ ഒരുപാട് മൃതദേഹങ്ങളുണ്ട് എന്നിങ്ങനെ അവിടുത്തെ പ്രദേശവാസികളൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. മാത്രമല്ല അങ്ങോട്ടേക്ക് പോയ പ്രവർത്തകരൊക്കെ അവിടെ കുടുങ്ങിപ്പോയവരൊക്കെ അവിടെ മൃതദേഹങ്ങൾ കണ്ടവരുണ്ട്. അപ്പോൾ അവിടെ കൂടുതൽ മൃതദേഹങ്ങളുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില പ്രദേശവാസികൾ പറയുന്നുണ്ടായിരുന്നു. സൂചിപ്പാറയ്ക്ക് താഴെ, വെള്ളച്ചാട്ടത്തിന് തൊട്ട് താഴെ ഒരുപാട് മനുഷ്യരുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൂടുതൽ മൃതദേഹങ്ങളുണ്ടോ എന്ന പരിശോധനയാണ് ഇന്നത്തെ പ്രധാനം. അവിടേക്ക് ആൾക്കാരെ ഹെലികോപ്റ്ററിൽ ഇറക്കാനാണ് ആലോചന. 12 അംഗ സംഘത്തെ അങ്ങോട്ടേക്ക് ഇറക്കാനാണ് ഇപ്പോൾ ആലോചന. എസ്കെൻ എന്തായാലും 8ാം നാളും തെരച്ചിൽ വളരെ സജീവമായി തന്നെ തുടരുകയാണ്. മിസ്സിംഗ് ആളുകളുടെ കണക്ക് ഫൈനലൈസ് ചെയ്യാൻ കളക്ടർ DR മേഘശ്രീ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഭഗീരഥ പ്രയത്നം നടക്കുകയാണ്. ഈ 2 ദിവസങ്ങളിൽ മേപ്പാടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ, ആശാ വർക്കർമാരുടെ ഒക്കെ നേതൃത്വത്തിൽ ഈ കണക്ക് എത്ര പേരെ കാണാതായി എന്നതിനെക്കുറിച്ചുള്ള ഒരു കണക്ക് ഫൈനലൈസ് ചെയ്യാൻ നീക്കം നടക്കുന്നു. 8ാം നാളാണ് എസ്കെൻ എന്തായാലും ഇവിടെ കണ്ടുകിട്ടാനുള്ള അവസാനത്തെ ആളുടെ കിട്ടാവുന്നതിന്റെ പരമാവധി റിക്കവറി പൂർത്തിയായതിനു ശേഷമേ ആ ദൗത്യം നിർത്തൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആ ദൗത്യം ഏതൊക്കെ രീതിയിൽ മുന്നോട്ടേക്ക് പോകും എന്നുള്ള കാര്യം ഇനിയുള്ള ആലോചനകളും ചർച്ചകളുമാണ് പുരോഗമിക്കുന്നത്. പക്ഷേ ഈ സെർച്ചിൻ്റെ രീതികൾ മാറുമെങ്കിലും ആ സെർച്ച് ഓരോരോ മേഖലകളിൽ തുടരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ചാലിയാർ പുഴയോട് തീരങ്ങളിൽ ഇപ്പോഴും മൃതദേഹങ്ങൾ കിട്ടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ചാലിയാർ പുഴയോട് തീരങ്ങൾക്ക് കേന്ദ്രീകരിച്ച്, വനഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ സംഘം ഇറങ്ങി. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നവർ രാത്രികാലങ്ങളിൽ ഇവിടെ കുടുങ്ങിപ്പോകുന്നൊരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. എന്തായാലും അതൊഴിവാക്കി കൂടുതൽ ആളുകളെ ഇറക്കി കുറച്ചുകൂടി എഫിഷ്യൻ്റായ ഒരു തിരച്ചിൽ ചാലിയാറിൻ്റെ തീരപ്രദേശത്തുള്ള വനമേഖലയിൽ നടത്താൻ കൂടി ആലോചനയുണ്ട്. 8ാം നാളത്തെ ആ ദൗത്യം അത് അല്പസമയത്തിനകം തുടങ്ങാൻ പോകുന്നു. എസ്കെ. ഓക്കെ, ഹാഷ്മി താജ് ഇബ്രാഹിമാണ് ചൂരൽമലയിൽ നിന്നും ചേർന്നത്.